കടുവാഭീതി ഒഴിയാതെ വയനാട് പുൽപ്പള്ളി. പുലർച്ചെ വണ്ടിക്കടവ് ഉന്നതിയിലെ കർണാടക വനാതിർത്തിയിലും എരിയപ്പള്ളിയിലും കടുവയെ കണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. കർണാടക വനമേഖലയിൽ നിന്നുള്ള കടുവയുടെ ചിത്രവും പുറത്തുവന്നു. കൂടുവച്ച് കടുവയെ പിടികൂടണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഇന്ന് പുലർച്ചെയാണ് പുൽപ്പള്ളി വണ്ടിക്കടവ് ഉന്നതിക്ക് സമീപം കന്നാരംപുഴയോരത്ത് കടുവയെ കണ്ടത്. അർദ്ധരാത്രി പുൽപ്പള്ളി ടൗണിലുള്ള ഏരിയപ്പള്ളിയിലും കടുവയെ കണ്ടു. ബന്ദിപ്പൂർ വനമേഖലയിൽ നന്ത്രവയൽ എന്ന പ്രദേശത്ത് ഫോറസ്റ്റ് ക്യാമ്പ് ഷെഡിന്റെ സമീപത്ത് നിന്ന് പകർത്തിയ കടുവയുടെ ചിത്രം പുറത്തുവന്നു. ഇന്നലെ മാടപ്പള്ളിക്കുന്ന് ഉന്നതിക്ക് സമീപം ഇറങ്ങിയ കടുവയാണിതെന്ന് സംശയമുണ്ട്. കാലിന് പരുക്കുണ്ട്. ഈ കടുവയ്ക്ക് ദേവർഗദ്ദയിൽ മാരനെ കൊലപ്പെടുത്തിയ കടുവയുമായി സാമ്യമില്ലെന്നും വനംവകുപ്പ് പറയുന്നു. ഒന്നിലധികം കടുവകൾ പ്രദേശത്തുണ്ട് എന്നതാണ് ആശങ്ക. കടുവയുടെ സാന്നിധ്യം കണ്ടു. ഇപ്പോൾ ഒരാളെ കടുവ പിടിച്ച് വലിയ ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷമാണ് നമ്മുടെ പഞ്ചായത്തിൻ്റെ ഒരു പ്രദേശങ്ങളിലുള്ളത്. ജനങ്ങൾ ഭീതിയിലാണ്. പ്രത്യേകിച്ച് സ്കൂളുകളൊക്കെ തൊട്ടടുത്ത് സ്കൂളിലേക്കുള്ള കുട്ടികൾ ഇതിലെ നടന്നാണ് പോകുന്നത്. അപ്പം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കൂടുവെച്ച് ഇതിനെ പിടികൂടുന്നതിന് വനംവകുപ്പ് തയ്യാറാവണം. മൈസൂരുവിൽ കൃഷിയിടത്തിലിറങ്ങി ആളുകളെ കൊലപ്പെടുത്തിയ കടുവയെ വനംവകുപ്പ് പിടികൂടിയിരുന്നു. വയനാട് അതിർത്തിയിൽ കർണാടക വനംവകുപ്പ് ഇതിനെ തുറന്നുവിട്ടതായും ആക്ഷേപമുയർന്നു. മേഖലയിൽ കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. ക്യാമറകൾ ഉപയോഗിച്ചുള്ള നിരീക്ഷണവും തുടരുന്നു. കടുവയെ മയക്കുവെടിവെച്ച് പിടികൂടാനുള്ള സാധ്യതയും വനംവകുപ്പ് തേടുന്നുണ്ട്. 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.